ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഗൈസ് നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് നമ്മളെ ഫ്രീ ഫയർ ആയിട്ട്. സോ ഗൈസ് നമ്മളിന്ന് ഫ്രീ ഫയറിൽ സ്റ്റീലെ പെറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമും കാര്യങ്ങളാണ് കളിക്കുന്നത്. അപ്പം ഗൈസ് ഇതുപോലത്തെ വെറൈറ്റി ഫ്രീ ഫയർ വീഡിയോസിന് വേണ്ടി ഗൈസ് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പം ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് അടിക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ മാപ്പും കാര്യങ്ങളും. സോ ഗൈസ് ഞാൻ 2 മിനിറ്റ് ഈ ഒരു എന്താ പറയുക ഗെയിമും കാര്യങ്ങളും കളിച്ചു നോക്കി. സോ ഗൈസ് നിങ്ങൾ റോബ്ലോക്സിൽ സ്റ്റീലെ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞൊരു ഗെയിമും കാര്യങ്ങളുണ്ട്. സോ അത് കളിച്ചവരുണ്ടെങ്കിൽ ഗൈസ് അതേ സെയിം ഗെയിം തന്നെ. അവിടെ നമ്മൾ ബ്രെയിൻ റോട്ടിനെ സ്റ്റീൽ ചെയ്യണം, ഇവിടെ പെറ്റിനെ സ്റ്റീൽ ചെയ്യണം. അതാണ് ഗൈസ് ഇത്. സോ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് വെൻഡിങ് മെഷീൻ വെപ്പണെല്ലാം വാങ്ങാൻ പറ്റും. ഓക്കെ, എൻ്റെ അടുത്ത് ഇപ്പോൾ അതിനുള്ള പൈസ ഇല്ല ഗൈസ്. നമുക്ക് റാബിറ്റിനെ വാങ്ങാം, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു പെറ്റിനെ വാങ്ങണം ഗൈസ്. ഇപ്പോൾ നമുക്ക് തീരെ പൈസ ഇല്ലല്ലോ ഗൈസ്. സോ ഇവിടുന്ന് പെറ്റിനെ വാങ്ങിയിട്ട് നമ്മളെ ബേസ് കൊണ്ടുപോയി പൈസ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ കുറേ സീൻ പെറ്റിസിനെല്ലാം വാങ്ങണം ഗൈസ്. അതാണ് ഗെയിം. പിന്നെ ഗൈസ് നമുക്ക് എന്താ പറയുക ഓപ്പോസിറ്റ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് പോയി സ്റ്റീലും കാര്യം ചെയ്യാൻ പറ്റും. സോ ഗൈസ് അത് നമുക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു എന്താ പറയുക ഡെക്ക് ഉണ്ട് ഗൈസ്. അത് നമുക്ക് കോമൺ ആണ്. സോ നമുക്ക് ഒരു സെക്കൻഡിൽ 10 വെച്ച് കിട്ടും ഗൈസ്. ഇവൻ്റെ ഒരു ബേസ് കണ്ട ഗൈസ്, ഇവൻ്റെ അടുത്ത് സീനാണ്. നമ്മൾ വന്നപ്പോൾ ഗൈസ് ഇവൻ എന്താ ഈ ലെഫ്റ്റ് അടിച്ച് പോയി. ഓക്കെ, ലെഫ്റ്റ് അടിച്ച് പോവുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഓരോ സാധനം എടുക്കാൻ പറ്റില്ല. സോ ഇതാണ് ഗൈസ് ഗെയിമും കാര്യങ്ങളും. സോ ഗൈസ് ഇവിടെ ഗോട്ടുണ്ട് ഗൈസ്, നമുക്ക് ഗോട്ടിനെ വാങ്ങാം. ഓക്കെ ഗൈസ് ഗോട്ടിനെ വാങ്ങിയിട്ട് ഇനി ഗൈസ് ഇവനെ വെച്ച് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഇവൻ എനിക്ക് ഒരു സെക്കൻഡിൽ 7 ഉറുപ്പിക വെച്ച് കിട്ടും ഗൈസ്. ഓക്കെ, സോ അങ്ങനെയാണ് ഗെയിം. സോ ഗൈസ് ഇവനെ വെച്ച് നമുക്ക് ഇനി നൈസായിട്ട് കുറേ പൈസയും കാര്യങ്ങൾ ഒപ്പിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വന്ന് നിൽക്കുക, പൈസ ഉണ്ടാക്കുക. ഇവിടെ ലീഡർ ബോളിൽ 1ാം സ്ഥാനത്ത് എത്തണമെന്നാണ് തോന്നുന്നത് ഗൈസ്, ഏറ്റവും ടോപ്പ് എത്തണമെങ്കിൽ. സോ ഞാൻ 2ാം സ്ഥാനത്താണ്. സാധനം ഗൈസ് ഇവിടെ 2 പ്ലേയേഴ്സ് ഉള്ളൂ, ഞാനും പിന്നെ ഒരു കിങ് എന്ന് പറഞ്ഞ ആളും. ബാക്കി എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോയി. സോ ഗൈസ് ഒരു കുറച്ച് കഴിഞ്ഞാൽ വരെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇവിടെ ഡക്ക് പിന്നെ ഏതാ ഹാംസ്റ്റർ എല്ലാം ഉണ്ട് ഗൈസ്. ഓക്കെ, അതിനെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. സോ ഇനി എന്താ ഉള്ളത്? ഓക്കെ ഗൈസ് കുറേ പെറ്റുണ്ട് ഗൈസ്, പക്ഷെ അതിനൊന്നും വാങ്ങാൻ പൈസ നമ്മളെത്തില്ല. സോ ഇതൊന്നും അത്രയ്ക്കും നല്ല പെറ്റൊന്നുമില്ല ഗൈസ്. ഓക്കെ, ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ മതി ഗൈസ്, ഇത്ര പെറ്റെല്ലാം മതി, ഇതേപോലത്തെ പെറ്റ്. സോ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സെറ്റപ്പ് എല്ലാം ആക്കണം ഗൈസ്. ഓക്കെ, എൻ്റെ അടുത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 6K റുപ്പീസ് കാര്യങ്ങളുണ്ട്. സോ ഗൈസ് അതിനെ കൊണ്ട് ഗൈസ് നല്ല പെറ്റിനെ വാങ്ങണം. സോ ഇവിടെ നല്ല പൈസ ഉണ്ട് ഗൈസ്. ഇവനില്ലേ ഗൈസ് കിങ് എന്ന് പറഞ്ഞ പോലത്തെ. സോ ഗൈസ് ഓനാണെങ്കിൽ ഗൈസ് എൻ്റെ കുറേ പെറ്റിനെ ഇതാക്കി ഇവിടെ റീബാർത്തെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. അത് 10Kയും പിന്നെ ഒരു ക്രാബ് എന്ന് പറഞ്ഞ പെറ്റും ആവശ്യമുണ്ട്. ഓക്കെ, ക്രാബ് ഗൈസ് ഇതാ ക്രാബ് അല്ലത്, ഇതിനെ വാങ്ങിയേക്കാം. നൈസ്, ക്രാബിനെ വാങ്ങിയിട്ടുണ്ട്. സോ ഗൈസ് ഇനി നമുക്ക് 10K റുപ്പീസ് ആവശ്യമുണ്ട്. സോ ഗൈസ് നമുക്ക് ബേസ് ലോക്ക് ചെയ്യാം. ഓപ്പോസിറ്റുള്ള പ്ലെയർ വല്ലാത്ത കള്ളനാണ് ഗൈസ്. ഓനാണ് ഗൈസ് എൻ്റെ അടുത്തുനിന്ന് കുറേ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ തുടങ്ങിയില്ല ഗൈസ്, അപ്പോൾ ഓൻ വന്ന് നല്ല നിർത്തുകൊണ്ടുണ്ട് ഗൈസ്. വല്ലാത്ത കളറാണ് ഗൈസ്. അങ്ങനെ ഈ ഒരു ഗെയിം നമ്മൾ ഓപ്പോസിറ്റ് പോയി സ്റ്റീൽ ചെയ്യണോ, നമ്മൾ സ്റ്റീൽ ചെയ്യാൻ പോകുമ്പോൾ ഗൈസ് അപ്പുറത്തേക്ക് പോയെന്ന് ഓനെ ലോക്കൊന്ന് ചെയ്താലും ഗൈസ് വല്ലാത്ത കഷ്ടമാണ്. ഓനെ താങ്കിൽ വേറെ എന്തെല്ലോ മിഷൻ ഉണ്ട് ടെലിപ്പോർട്ട് എല്ലാം ചെയ്യുന്നത്. സോ ഗൈസ് അതെല്ലാം നമുക്ക് വാങ്ങുന്നു ഗൈസ്. അത്രയ്ക്കുള്ള പൈസ നമ്മളടുത്ത് ഇല്ല. സോ ഗൈസ് റീബാർട്ട് ചെയ്യാൻ 10K ആവശ്യമുണ്ട്. ഇപ്പം നമ്മളടുത്ത് 3K ഉള്ളൂ. നമുക്ക് ക്രാബ് ഓൾറെഡി കിട്ടിയിട്ടാ. സോ ഗൈസ് റീബാർട്ട് ചെയ്താൽ നല്ല ഗുണമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് ഇപ്പം നമ്മളടുത്ത് 4K ഉണ്ട്. പെട്ടെന്ന് 10Kയും കാര്യങ്ങൾ ഒപ്പിക്കട്ടെ ഗൈസ്. നമുക്ക് കുറച്ച് പെറ്റിനും കൂടി വാങ്ങിയേക്കാം. സോ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര ഗൈസ് അതൊന്നും നമുക്ക് വാങ്ങാതെ പൈസ ഇല്ല. ഈനെ വാങ്ങാൻ പറ്റും. ഓക്കെ, ഈനെ വാങ്ങണം ഗൈസ്. നഷ്ടമാവോ ഗൈസ്? ഇതിൻ്റെ ബാക്ക് വരുന്നതിന് അതിനും ഗൈസ് വാങ്ങാൻ പറ്റുമോ ഗൈസ്? എൻ്റെ അടുത്ത് 5K ഉണ്ട്, പക്ഷേ ഗൈസ് അത് വാങ്ങുന്നില്ല. നമുക്ക് ഇതിനും നല്ല പെറ്റത്തെ വരുമ്പോൾ വാങ്ങാം ഗൈസ്. ഓക്കെ, ഇവൻ എൻ്റെ തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പുറത്തൊരു അപ്പം പോയി എന്തായോ ഗൈസ് അത് നിർത്താളിയോ. സോ ഗൈസ് ഈ ക്രാബിനൊന്നും അപ്പം എൻ്റെ അടുത്ത് പൈസ ഇല്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, പോയി ബേസ് ലോക്ക് ചെയ്യുക, എന്നിട്ട് എന്താ പറയുക പൈസ എടുക്കാം. ഇപ്പോൾ ഏകദേശം 5K ആയിട്ടുണ്ട്. ഓക്കെ, 8K ആയിട്ടുണ്ട് ഗൈസ്. ഈ ക്രാബ് അത്യാവശ്യം നല്ല പെറ്റാണ്. ഓക്കെ സെറ്റ്. നമുക്ക് ഇനി ഒരു 2Kയും കൂടി ഉണ്ടെങ്കിൽ ഗൈസ് ബേസും കാര്യങ്ങളും എന്താ പറയുക നമുക്ക് റീബാർട്ടും കാര്യം ചെയ്യാം. ഓക്കെ 10K. ഓക്കെ ഗൈസ് ഒരു 100. ഓക്കെ ഗൈസ് 10K ആയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് റീബാർട്ടും കാര്യങ്ങളും ചെയ്യാം. ഓക്കെ റീബാർട്ട്. ഓ അപ്പം ഗൈസ് റീബാർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഗൈസ്. റീബാർട്ട് ചെയ്ത ഗൈസ് നമ്മളിപ്പം വാങ്ങിയ പെറ്റെല്ലാം നമ്മളെ കൈമന്ന് പോകും ഗൈസ്. ഓക്കെ, നമ്മൾ റീബാർട്ട് ചെയ്ത ഗൈസ് 2nd ഫ്ലോറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സെറ്റ് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മളെ 2nd ഫ്ലോറും കാര്യങ്ങളും.
ഓക്കെ, ഇപ്പോൾ ഇവിടെ പെറ്റൊന്നുമില്ല ഗൈസ്, താഴെയില്ല. ഇപ്പം നമ്മളെ താഴെയെങ്കിൽ ഒരു നൂബ് പെറ്റും കാര്യങ്ങളാണ് ഉള്ളത്. സോ റീബാട്ട് ചെയ്തപ്പോൾ നമ്മളടുത്തുള്ള നേരത്തുള്ള പെറ്റെല്ലാം പോയി ഗൈസ്. ഓക്കെ, ഇനി ഇവനെ വെച്ച് നമുക്ക് പുതിയ പുതിയ പെറ്റിനെ എല്ലാം വാങ്ങണം. ഓക്കെ സെറ്റ്. നമുക്കിനി നൈസായിട്ട് വേറെ പെറ്റിനെ കാര്യങ്ങൾ വാങ്ങാം. നിൽക്ക് ഗൈസ്, വെൻഡിങ് മെഷീനിൽ പോയിട്ടില്ലേ, നമുക്ക് ഒരു പുതിയ ടൂളും കാര്യങ്ങളും വാങ്ങാം. എൻ്റെ അത് പൈസ ആക്കി. ഓക്കെ, സൂപ്പർ വെപ്പണും കാര്യങ്ങളും വാങ്ങാം. നൈസ്, സ്പീഡ് ഉണ്ട്, കുറേ ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് അതെല്ലാം ഒന്ന് നോക്കണം ഗൈസ്. ഇപ്പം നമുക്ക് ഈ വെപ്പം വാങ്ങാം. എൻ്റെ റബ്ബർ സീൻ സാധനത്താ. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇവൻ്റെ വെപ്പനെല്ലാം പോയി ഗൈസ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് കളിച്ച് പൈസ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സോ ഇതാ ഇവിടെ ഇപ്പോൾ 2-3 പെറ്റലുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് കുറേ പ്ലേയേഴ്സ് വന്നിട്ടോ. നമ്മൾ നേരത്തെ ലെഫ്റ്റായി പോയല്ല, കുറേ പുതിയ പ്ലേയേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പം ഗൈസ് നമുക്ക് എന്താ പറയുക, എന്താ പറയുക, മറ്റേ പ്ലേയേഴ്സിൻ്റെ അവിടെ പോയെല്ലാം സ്റ്റീൽ ചെയ്യാൻ നോക്കാം. സോ ഗൈസ് ഇത് അത്യാവശ്യം നല്ല ബേസ് കേട്ടോ. നമ്മൾ സ്റ്റീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇവൻ അപ്പം തന്നെ വന്നില്ലേ ഗൈസ്. എന്താ പറയുക, എടുത്ത് കൊണ്ടുപോകുന്നത് ഇല്ല, ലോക്കാക്കി കളിയുന്നത് ഗൈസ്. ഇവനാണെങ്കിൽ ഗൈസ് എൻ്റെ ബേസിൽ നിന്ന് കുറേ എടുത്തുകൊണ്ട് ഇവൻ്റെ ബേസ് എനിക്ക് എടുക്കണമുണ്ട് ഗൈസ്. പക്ഷേ ഇവൻ വല്ലാത്ത എന്തോ ഒരു കളി ഗൈസ്, പെട്ടെന്നാണ് ലോക്കാക്കുന്നത്. സോ ഗൈസ് നമുക്ക് നമ്മളെ ബേസിൽ ഓക്കെ അല്ലെങ്കിൽ അടിച്ചെന്ന് കൊണ്ടുപോകും കേട്ടോ. സോ അടുത്ത റീബാട്ടിന് 40K പിന്നെ റെക്കൂൺ എന്ന് പറഞ്ഞൊരു പെറ്റും കൂടി ആവശ്യമുണ്ട്. സോ ഗൈസ് അതിന് നമുക്ക് ഒപ്പിക്കുക. സോ ഗൈസ് ഇവിടുന്ന് വരുന്ന ഈ പെറ്റിനെല്ലാം വാങ്ങിയേക്കാം ഗൈസ്. ഗോൾഡൻ ഡക്ക്. സോ ഗൈസ് ഈനെ വാങ്ങിയേക്കാം. സെറ്റ് ഗൈസ്. ഇനി ഈനെ വെച്ച് നൈസായിട്ട് പൈസ ഉണ്ടാക്കുക. ഞാൻ അത്യാവശ്യം കുറച്ച് പെറ്റിനെ വാങ്ങിയിട്ടോ ഗൈസ്. ഇപ്പം നമ്മളത് നോക്കുകയാണെങ്കിൽ 8.2K ഉണ്ട്. സോ ഗൈസ് നമുക്ക് ബേസ് ഓൾറെഡി ലോക്കല്ലേ. സോ ഗൈസ് ബേസ് ഇപ്പം ലോക്കാക്കണ്ട, കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ ഗൈസ്. എന്ന് വെച്ചാൽ ഗൈസ് അത്യാവശ്യം നല്ല പെറ്റിനെ വാങ്ങാം. ഇപ്പോൾ ഈ സൈഡിൽ ഫുള്ള് ഇതാണ് ഗൈസ്. ഈ ഡോഗിനെ നമുക്ക് സെല്ല് ചെയ്യാം ഗൈസ്. ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ല, ഇനിയെ സെല്ല് ചെയ്യുക. സെറ്റ്. സോ നമുക്ക് ഈ കയറ്റി അത് നിൽക്കട്ടെ. ഈ ഡെക്കും ഈ ഡോഗും വെച്ച് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേറെ നല്ല ഗൈസ് ഇത് സീൻസാണ് മങ്കി. നമുക്ക് ഇത് വാങ്ങാൻ പറ്റും ഗൈസ്. 3.2K വേണം. ഇത് 53 ഉറുപ്പ്യ വെച്ച് കിട്ടും ഗൈസ് സെക്കൻഡ്സിൽ. സോ അതിന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇവൻ എന്താണ് കുറേ നേരമല്ല ഗൈസ് അടിക്കുന്നത്. ഇവനും തിരിച്ചാണ് അടിക്കട്ടെ എല്ലാം ഇല്ല. കുറേ നേരം എന്താ പറയുക അടിച്ച് തെറിപ്പിക്കുന്നത്. ഞാൻ ഒന്നും ആക്കിയില്ല. ഓക്കെ, നമ്മളെ ബേസിൽ ഓക്കെ ചെയ്യുക. സെറ്റ് ഗൈസ്. കുറേ നേരമായി കളിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ച് ഗൈസ് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കട്ടെ. സോ ഗൈസ് ഈ ഒരു പൈസ വെച്ച് ഇനി അടുത്ത പെറ്റിനെ വാങ്ങാൻ നോക്കാം. ഓക്കെ, ഇവിടുന്ന് അത്യാവശ്യം ഇപ്പോൾ നല്ലോണം കിട്ടുന്നു കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അറിയാം കുറേ കളിക്കുകയാണെങ്കിൽ ഗൈസ് കുറേ പെറ്റിനെ വാങ്ങാൻ പറ്റും. ഹാംസ്റ്ററും കാര്യങ്ങളുണ്ട് ഗൈസ്. ഈനെ വാങ്ങിയേക്കാം. 1.6K ഇതാ നമുക്ക് ആവശ്യം വരും ഗൈസ് റീബാട്ട് ചെയ്യാൻ. സോ വാങ്ങി വെച്ചേക്കാം. സോ നമുക്ക് ബേസും കഴിഞ്ഞ് ലോക്ക് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ടാവും. ഈ കിങ് കുറേ നേരം കേട്ടോ കളിക്കുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിങ് കളിക്കുന്നുണ്ട്. സോ നമുക്ക് നൈസായിട്ട് എന്താ പറയുക കിങ്ങിൻ്റെ ബേസ് എനിക്ക് ഒന്ന് അടിച്ചുകൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. പക്ഷെ നടക്കുന്നില്ല, അവന് അപ്പം തന്നെ ലോക്കും കാര്യം ചെയ്യുന്നത്. സോ ഗൈസ് വാ നമുക്ക് ഈ പൈസ ഇപ്പം അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് ന്യൂബിന്ന് പ്രോ ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഈ ഷീപ്പ് വേണ്ടല്ലേ ഗൈസ്. ഓക്കെ ഗൈസ് എൻ്റെ പെറ്റാണ് മോഷ്ടിച്ച് ഗൈസ്. ആ കിങ് പിന്നെ എടുത്ത് ഗൈസ്. കിങ്ങിൻ്റെ ബേസ് ഇവിടെയാണ്. സോ ഗൈസ് കിങ് ഇങ്ങോട്ട് വരുമ്പോൾ ഗൈസ് നൈസായിട്ട് തലക്കൊക്കെയാണ് കൊടുക്കുക ഗൈസ്. അടുക്കി അറിയ ഗൈസ് ഒന്നും കൊള്ളുന്നില്ല. ഗൈസ് കൊണ്ട് എൻ്റെ പെറ്റിനെ തിരിച്ച് കിട്ടി. നമുക്ക് പെട്ടെന്ന് പോയി ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സീനാവും. ഓക്കെ ഗൈസ് ഈ ക്രാബിനെയും കൂടി വാങ്ങിയേക്കാം ഗൈസ്. പിന്നെ വരുന്ന നോക്കി നമുക്ക് പെട്ടെന്ന് പോയാൽ ലോക്കും കാര്യം ചെയ്തേക്കാം. റബ്ബേ ഈ കിങ്ങിൻ്റെ ഒരു കാര്യമേ മഹാ കള്ളനാണ് ഗൈസ്. ഞാൻ ഇത് വെച്ച് ഒന്നും അടിച്ചു വെച്ചിട്ടില്ല. പക്ഷെ ഇവന് പകുതി എൻ്റെ ബേസിൽ നിന്ന് ഗൈസ് അടിച്ചു കൊണ്ടുപോയാ ഗൈസ്. ഓനാണെങ്കിൽ ലീഡർ പോലെ ടോപ്പ്. ഞാൻ ഇപ്പോൾ സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. സെക്കൻഡ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഗൈസ്. കിങ്ങിനകത്ത് മുട്ട പൈസയാണ്. അതുപോലെ തന്നെ ഗൈസ് എൻ്റെ എല്ലാ സാധനവും ഓനാണ് അടിച്ചോണ്ടേ. നമുക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റാമെങ്കിൽ റിവെഞ്ച് എടുക്കാം. ഇനി നമുക്ക് സെല്ല് ചെയ്യാം ഗൈസ്. അതിന് നല്ല ഗുണമില്ല. ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല പെറ്റലുണ്ട് ഗൈസ്. ഓക്കെ, സോ ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. പകുതി വെച്ച് എൻ്റെ നെറ്റ് പോയി ഗൈസ്. എൻ്റെ എന്താ പറയുക എൻ്റെ സാധനമെല്ലാം ഗൈസ് മറ്റേ കിങ് അടിച്ചുകൊണ്ടുപോയി. അപ്പം ഗൈസ് ഞാൻ പെട്ടെന്ന് മാപ്പിൽ നിന്ന് ലീവ് അടിച്ച്, ഇല്ലെങ്കിൽ ഇല്ല ഗൈസ് പിന്നെയും കൊണ്ടുപോയിരുന്നു കിങ്. ഇപ്പം നോക്കാമെങ്കിൽ ഞാൻ വേറെ ഏതോ മാപ്പിലാണുള്ളത്. ഐ മീൻ ഗൈസ് നമ്മൾ ഓരോ ലെഫ്റ്റ് അടിക്കുന്ന സമയത്തില്ല ഗൈസ് നമ്മളെ വേറെ പ്ലേയേഴ്സ് മാറും. സോ അങ്ങനെ കിങ് പോയി ഗൈസ്. എൻ്റെ കുറേ സാധനം കിങ് അടിച്ചോണ്ടേ ഗൈസ്. നമുക്ക് റിവെഞ്ച് കൊടുക്കാൻ പറ്റിയില്ല, നെറ്റ് പോയാലാണ് പറ്റിപ്പോയത്. നമ്മളെ നല്ല സാധനമെല്ലാം നോക്കി അടിച്ചോണ്ട് പോയി ഗൈസ്. ഇത് നോക്കുകയാണെങ്കിൽ ഗൈസ് വേറെ തന്നെ
നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കി നമ്മളെ സ്ഥലത്ത് നിന്ന്. സോ ഗൈസ് സോറി ഗൈസിൻ്റെ നെറ്റ് പോയി. അപ്പം ഗൈസ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇതിൻ്റെ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യാം ഗൈസ്. അപ്പം ഗൈസ് ഇഷ്ടപ്പെട്ട തീർച്ചയായും കമൻറ്റ് ചെയ്തോ ഗൈസ്, പാർട്ട് 2 വേണോ വേണ്ടതെന്ന്. നമുക്ക് സീൻ ബേസ് ആക്കി മാറ്റാം. അപ്പം ഗൈസ് ഇത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ഗൈസ്.